نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാനം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് ഒരു ചെറിയ കാര്യം, എന്നാൽ വളരെ ഗൗരവമേറിയതായ വിഷയം നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം, നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ ഈ സമൂഹം, നമ്മുടെ ഈ സമുദായം ഇന്ന് വളരെ മോശമായ രീതിയിലേക്ക്, വളരെ മ്ലേച്ഛമായ കാര്യത്തിലേക്ക്, വളരെ തോന്നിവാസത്തിലേക്ക്, വൃത്തികേടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥിനികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ പിഞ്ചോമനകൾ നമ്മൾ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി, റസൂലിൻ്റെ തൃപ്തിക്ക് വേണ്ടി, നാളത്തെ പാരത്ര്യ ലോകത്തിൻ്റെ ജന്നത്തിന് വേണ്ടി നരകശിക്ഷയിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പോറ്റി വളർത്തി വലുതാക്കി. അവർ ഒത്തിരി വലുതായതിനു ശേഷം തിന്മ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. അത് തിന്മയായിട്ട്, അത് തോന്നിവാസമായിട്ട്, അത് വൃത്തികേടായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ റഅ മിൻകും മുൻകറ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മയെ കാണുകയാണെങ്കിൽ ഫബിയദി, നീ നിന്റെ കൈകൊണ്ട് തടയണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് നമുക്ക് ധൈര്യമില്ല, കൈകൊണ്ട് തടയാനുള്ള ആരോഗ്യമില്ല. ഫബിലിസാനി, നീ നിന്റെ തൊള്ള കൊണ്ട് പറയുമെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. ഒരു തോന്നിവാസം, ഒരാണും ഒരു പെണ്ണും തോന്നിവാസമായിട്ട് സംസാരിക്കുകയോ, തിന്മയായിട്ട് പെരുമാറുകയോ, വൃത്തികേടായിട്ട് ബന്ധപ്പെടുകയോ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഫബിയദി, നമ്മുടെ കൈകൊണ്ട് തടയണം. ഫൈലം യസ്തത്തി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫബിലിസാനി, നമ്മുടെ തൊള്ള കൊണ്ട് പറയണം. ഫൈലം യസ്തത്തി, അതിനും സാധിക്കുന്നില്ലേ ഫബി ഖൽബി, നീ നിന്റെ ഹൃദയം കൊണ്ട് അങ്ങ് വെറുത്തേക്കുന്നതാണ്. ഹൃദയം കൊണ്ട് അങ്ങ് വെറുത്തേക്ക് ആ വൃത്തികേടിനെ, ആ തോന്നിവാസത്തെ നീ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വെറുത്തിട്ട് അവിടുന്ന് മാറുന്നതാണെന്ന്. നമ്മുടെ കോളേജിന് മുമ്പ് വന്ന് ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, ഒരു പെണ്ണും ഒരാണും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് തോളത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ച് ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുസ്ലിമായ ഞാൻ നിങ്ങളും അവിടെ പറയേണ്ടത് അത് തിന്മയാണ്, അത് തോന്നിവാസമാണ്, അത് വ്യഭിചാരമാണ്, അത് തമ്മാടിത്തരമാണ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിനൊന്നും കഴിയണില്ലേ, നമുക്ക് ആരോഗ്യമില്ലേ? അതിൽ തൽബിഹി, നമ്മുടെ ഹൃദയം കൊണ്ട് വെറുത്ത് അത് മാറി നിൽക്കണം എന്നാണ് സഹോദരങ്ങളെ. എന്ത് തെറ്റിനും, എന്ത് തോന്നിവാസത്തിനും, എന്ത് വൃത്തികേടിനും, എന്ത് തിന്മക്കും നമ്മൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് റസൂലിന്റെ ഈ ഹദീസിനെ നെഞ്ഞോട് ചേർത്തുകൊണ്ട് കണ്ടുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫബിയദി, കൈകൊണ്ട് തടുക്കണം. അതിന് സാധിക്കണില്ലേ? ഫബിലിസാനി, തൊള്ളോട് പറയണം. അതിന് സാധിക്കണില്ലേ? ഫബി ഖൽബി, ഹൃദയം കൊണ്ട് വെറുക്കണം. അതാണ് യഥാർത്ഥ മുത്തഖി, അതാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് റസൂലിനെ മുറുകെ പിടിച്ച്, അല്ലാഹുവിനെ സ്നേഹിച്ച്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട്, നരകത്തെ ഭയന്ന് സ്വർഗത്തെ ആഗ്രഹിച്ച് ജീവിക്കുക. അതിന് നാളെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.